മഴത്തോര് മുമ്പിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ആഹാരം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പം ശരണ്യയുടെ അമ്മ ഗോപാലകൃഷ്ണനും ഓമനക്കുട്ടനും അലീനയ്ക്കും അതുപോലെ ശരണ്യയ്ക്കും ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിപ്പം ഒരു അത്യാവശ്യം ഒരു കാര്യം പറയാനാണ് പറയുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്താ എന്താ ചേച്ചി എന്ന് ശരണ്യ ചോദിക്കുകയാണ്. അതെ, ഞാൻ അവിടുന്ന് പോവുക. ഞാൻ പറഞ്ഞായിരുന്നല്ലോ മോളെ, ഫോണിൽ വിളിച്ചപ്പം പറഞ്ഞില്ലായിരുന്നോ, ഞാൻ അവിടുന്ന് മാറുവാണ്. വേറൊരു ജോലി സ്ഥലം റെഡി ആയിട്ടുണ്ട്, അച്ഛൻ ശരിയാക്കി തന്നെയാണ്. ഉടനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, അച്ഛനോ? ആ, അവിടുത്തെ സാറിനെ അച്ഛനാ മോളെ വിളിക്കുന്നതെന്ന് ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്. അപ്പം അച്ഛൻ ശരിയാക്കി തന്നിടത്തോട്ട് ഞാൻ പോവുകയാണെന്ന് അലീന പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശരണ്യ ഭയങ്കര വിഷമത്തോടെ അലീനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ചേച്ചിക്ക് ഇവിടെ നിന്നാൽ പോരെ? അത് പറ്റത്തില്ല മോളെ, എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. ഞാൻ നാളെ തന്നെ പോകുമെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടത്തോടെ ശരണ്യ ആഹാരത്തിൻ്റെ മുന്നിൽ നിന്ന് എണീച്ചങ്ങ് പോവുകയാണ്. അമ്മ പറഞ്ഞിട്ടും കേൾക്കാതെ ശരണ്യ ആഹാരം കഴിപ്പ് നിർത്തിയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഉടനെ അലീന പറയാണ്, അത് കുഴപ്പമില്ല, ഞാൻ അവളെ സമാധാനിപ്പിച്ചോളാം, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് അലീനയും പോകുന്നുണ്ട് പുറകെ. അങ്ങനെ ശരണ്യ ഒരിടത്തുനിന്ന് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ കരയാണ്. അപ്പം അലീന അങ്ങോട്ട് വന്നിട്ട് പറയാണ്, മോൾ എന്തിനാ കരയുന്നത്? ചേച്ചിക്ക് വല്ല ആവശ്യമുണ്ടോ അവിടുന്ന് പോകേണ്ടത്? ചേച്ചി അവിടെ നിന്നാൽ പോരെ? ചേച്ചി അവിടുന്ന് പോകുന്നെന്ന് അറിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടം, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന പോലെ തോന്നുന്നു. മോക്കിവിടെ അച്ഛനും അമ്മയും ചേട്ടനും അനിയനൊക്കെ അടുത്തില്ലേ എന്ന് അലീന ചോദിക്കാണ്. അവരൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് മരിക്കാൻ തോന്നിയ സമയത്ത് എന്നെ ജീവിതത്തിലേക്ക് പിടിച്ചേറ്റിയ ചേച്ചിയാണ്. ചേച്ചി ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനേ തോന്നത്തില്ല. അത് ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ ഭയങ്കര സങ്കടത്തോടെ ശരണ്യ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ മോളെ കാണാൻ വരും, ഉറപ്പാണ്. കാണാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. എല്ലാ മാസവും ഞാൻ മോളെ കാണാൻ വരും എന്ന് പറയാണ്. ചേച്ചിക്ക് എല്ലാ മാസം ഒരു 2 വട്ടം എന്നെ കാണാൻ വന്നൂടെ എന്ന് ശരണ്യ ചോദിക്കുന്നുണ്ട്. നോക്കട്ടെ, അവിടെ ചെന്ന് അവിടുത്തെ സാഹചര്യം എന്താണെന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും അവിടെ ചെന്നിട്ട് പറ്റുമെങ്കിൽ മോളെ കാണാൻ തീർച്ചയായിട്ടും വരും. പിന്നെന്തുവാ, കടപ്പാട്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ അരമണിക്കൂറും കുളത്തൂപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ 3 മണിക്കൂറും, അതല്ലേ വ്യത്യാസമുള്ളൂ. എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി, ഞാൻ ഉടനെ തന്നെ ഇങ്ങോട്ട് വരും എന്ന് അലീന പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരണ്യയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. പിന്നെ എനിക്ക് മോളോട് പറയാൻ ഒരേ കാര്യം മാത്രമേ ഉള്ളൂ, മോൾ നന്നായിട്ട് പഠിക്കണം. നിൻ്റെ ലക്ഷ്യം അതൊരിക്കലും മറന്നുപോലെ. നിൻ്റെ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ നീ മറ്റൊന്നും ശ്രദ്ധിക്കാനും പാടില്ല. ഇതിനു മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ജയിച്ചാൽ മാത്രമേ ഞാനും ജയിക്കൂ. നീ തോറ്റാൽ അവിടെ ഞാനും കൂടെ തോറ്റുപോകുന്നത്. അതുകൊണ്ട് മോൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നിൻ്റെ ലക്ഷ്യം അത് മാത്രമേ നീ ചിന്തിക്കാവൂ. അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരും. ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും നിനക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നടക്കും എന്ന് അലീന ശരണ്യയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മോൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. ഞാൻ ദൂരോട്ട് പോകുന്നെങ്കിലും ഞാൻ എന്ന് നിന്നെ വിളിക്കും. നിൻ്റെ കാര്യങ്ങൾ നീ എന്നോട് പറയണം. നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോൾ ശരണ്യയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ചേച്ചിക്ക് അവിടെ നിന്ന് പോകേണ്ട കാര്യമുണ്ടോ? അവിടെ തന്നെ നിന്നാൽ പോരെ എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട്. പറ്റത്തില്ല മോളെ, ഇനി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആ വീട്ടിലുള്ളവർക്കൊക്കെ എന്ത് സ്നേഹമോ ചേച്ചിയോട്, പിന്നെ എന്തിനാ ചേച്ചി പോകുന്നതെന്ന് ശരണ്യ വീണ്ടും ചോദിക്കുകയാണ്. അതെ, അവിടെ ഉള്ളവർക്കെല്ലാം നല്ല സ്നേഹമാണ്. ഞാൻ അവിടുന്ന് പോകുന്നതിൽ എല്ലാവർക്കും വലിയ വിഷമമാണ്. പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ല. അവിടുത്തെ ജോലി എൻ്റെ തീർന്ന്, ഇനി എന്തിനാണ് ഞാനവിടെ നിൽക്കുന്നത്? എനിക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയല്ലേ പറ്റത്തുള്ളൂ എന്ന് അലീന പറയുകയാണ്. ചേച്ചിക്ക് അവിടെ തന്നെ നിന്നൂടെ എന്നൊക്കെ വീണ്ടും ചോദിക്കുമ്പോഴും അലീന ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ശരണ്യെ സമാധാനിച്ചിട്ട് കൊണ്ടുവന്ന് ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിനക്ക് ഞാൻ വാങ്ങിച്ച ഒരു ഗിഫ്റ്റാന്ന് പറയാണ്. അപ്പം ഭയങ്കര സന്തോഷത്തോടെ ശരണ്യ അത് വാങ്ങിക്കുന്നുണ്ട്. ചേച്ചി എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണോ? അതെ, ഞാൻ മോക്ക് വേണ്ടി തന്നെ വാങ്ങിച്ചതാണ്. അങ്ങനെ തുറന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര സങ്കടത്തോടെ കരഞ്ഞ് അലീനയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നീ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല, ചേച്ചി പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. മറ്റേത് ചേച്ചി എൻ്റെ അടുത്ത് ഉള്ളതുപോലെയാണ്. ഇനിയിപ്പോൾ ചേച്ചി ദൂരോട്ട് പോയാൽ എന്നെ മറക്കത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഇല്ല, അങ്ങനെ നിന്നെ മറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ശരണ്യയുടെ അമ്മയും വന്ന് പോയി ചോദിക്കുന്നുണ്ട്, മോളെ, മോക്ക് ഇത്രയും ദൂരത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അവിടെ തന്നെ നിന്നാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. പറ്റത്തില്ല അമ്മേ, എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഇവിടെ വന്ന് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇനി എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നത്? അപ്പം എനിക്ക് വേറൊരു സ്ഥലം ശരിയായിട്ടുണ്ട്, അച്ഛൻ കണ്ടുപിടിച്ചതാണ്. എന്തായാലും അച്ഛൻ കണ്ടുപിടിച്ചത് കൊണ്ട് അത് ഏറ്റവും നല്ല സ്ഥലമായിരിക്കും. അതുകൊണ്ട് എനിക്ക് അവിടെ വേറെ പ്രശ്നമൊന്നും കാണത്തില്ല എന്ന് ശരണ്യയുടെ അമ്മയടുത്ത് അലീന പറയുന്നുണ്ട്. അപ്പം ഇനി ഇങ്ങോട്ട് വരത്തില്ലയോ എന്ന് ഗോപാലകൃഷ്ണനും ചോദിക്കുന്നുണ്ട്. വരും, ഞാൻ വരാതൊന്നും ഇരിക്കത്തില്ല. എനിക്ക് ഇവിടെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. മാസത്തിൽ ഒരു വട്ടമെങ്കിലും ഞാൻ കാണാൻ വരും. എന്നിട്ട് ശരണ്യയുടെ അമ്മയടുത്ത് പറയുന്നുണ്ട്, ഇവക്ക് പഠിക്കേണ്ട എവിടം വരെയാണോ അവിടം വരെ പഠിച്ചോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് വേണ്ടുന്ന സഹായമല്ല ഞാൻ ചെയ്തു കൊടുക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് അമ്മ, ഇവക്ക് എവിടെ വരെ പഠിക്കണമെന്ന് പറയുന്ന അവിടം വരെ നിങ്ങൾ പഠിപ്പിക്കണമെന്ന് പറയാണ്. പൈസയുടെ കാര്യവും മറ്റുള്ള കാര്യമൊന്നും നിങ്ങൾ ഓർക്കണ്ട, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അലീന ശരണ്യയുടെ അമ്മയോട് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങിയാണ്. ശരണ്യയുടെ അച്ഛനെ തിരക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശരണ്യയുടെ അച്ഛനും വരുന്നുണ്ട്. അപ്പം
ശരണ്യയുടെ അമ്മ ചെന്ന് പറയുന്നുണ്ട്, അലീന വന്നിട്ട് കുറച്ച് നേരമായി, യാത്ര പറയാൻ വന്നതാണ്. എങ്ങോട്ട് പോകുന്നതെന്ന് ശരണ്യയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അത് ആ വീട്ടിൽ നിന്ന് ജോലി മതിയാക്കി വേറെ എങ്ങോട്ടോ പോകുന്നു, അങ്ങനെ നമ്മളടുത്തെല്ലാം യാത്ര പറയാൻ വന്നതാണെന്ന് ശരണ്യയുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അലീന എന്ന് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഇവിടെ നിന്ന് നാളെ തന്നെ പോകും, ഇപ്പോൾ എല്ലാവരെയും കണ്ടെന്ന് യാത്ര പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ശരണ്യയുടെ അച്ഛനും നല്ല വിഷമമാവുന്നുണ്ട്. എന്തിനാ മോളെ ഇത്രയും ദൂരേക്കൊക്കെ പോകുന്നത്, ഇവിടെ തന്നെ നിന്നാൽ പോരെ, ഇവക്കും അതൊരു ആശ്വാസമായേനെ. കുഴപ്പമില്ല, ഞാൻ ദൂരെ പോയാലും അവളെ കാണാനും എല്ലാവരെ കാണാനും ഞാൻ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയാണ്. ശരണ്യ ഭയങ്കര കരച്ചിലാണ്. പക്ഷേ അലീനയ്ക്ക് പോയേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു വാശി തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ശരണ്യയുടെ വീട്ടിൽ നിന്ന് അലീന ഇറങ്ങുകയാണ്. അതിനുശേഷം അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് നേരെ പോകുന്നത് കൊല്ലപ്പള്ളിയിലേക്കാണ്. അപ്പം കൊല്ലപ്പള്ളി പോകുന്ന കാര്യം ബാലചന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ നേരെ പോകുന്നത് കൊല്ലപ്പള്ളിയിലേക്കാണ്. കൊല്ലപ്പള്ളിയിൽ മനു പുറത്തുനിന്ന് ഫോണിൽ എന്തോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓട്ടോ കൊണ്ട് നിർത്തുകയാണ്. അങ്ങനെ മനു ശ്രദ്ധിക്കുന്നുണ്ട് ആരാന്ന്. നോക്കുമ്പം അലീന ഇറങ്ങുന്നുണ്ട്. അലീനയെ കാണുമ്പോൾ മനു ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം ഒരിക്കലും അങ്ങനെ അലീന അങ്ങോട്ട് വരാറില്ല. ഇപ്പം എന്താ വന്നതെന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ മനുവിൻ്റെ അടുത്തേക്ക് ഓട്ടോയ്ക്ക് കാശൊക്കെ കൊടുത്തതിന് ശേഷം അലീന നടന്നു വരുന്നുണ്ട്. എന്താ മനുവേട്ടന് ഇന്ന് ജോലി ഇല്ലായിരുന്നോ എന്ന് ചോദിക്കാണ്. അത് ഇപ്പം ഇടയ്ക്ക് ഞാൻ വീട്ടിൽ നിന്നാ ചെയ്യുന്നതിന് മനു തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്. അലീന അടുത്ത് മനു ചോദിക്കുന്നുണ്ട്, ഇതാ വിശേഷം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്, അത് എല്ലാവരെയും ഒന്ന് കാണണം. ഓ എല്ലാവരെയും കണ്ടെന്ന് യാത്ര പറയാൻ വന്നതായിരിക്കും എന്ന് മനു ചോദിക്കുന്നുണ്ട്. ആ അതേ മനുവേട്ടാ, എല്ലാവരെയും കണ്ടെന്ന് യാത്ര പറയണം. ആദ്യം മാഡത്തിനെ, പിന്നെ മുത്തശ്ശിയെ, പിന്നെ ബാക്കി എല്ലാവരെയും കണ്ട് യാത്ര പറയണം. ഇപ്പം ഞാൻ ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് വന്നേ, ഇനി അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നു. നാളെയാണ് ഞാൻ പോകുന്നത്. അതിനു മുമ്പ് എല്ലാവരെയും ഒന്ന് കാണണം തോന്നി, അതാ ഇങ്ങോട്ട് വന്നത്. അച്ഛനോട് പോലും പറഞ്ഞില്ല എന്ന് അലീന പറയുന്നുണ്ട്. ഓ യാത്ര പറഞ്ഞ് പോവുമല്ലേ, എന്നോടും യാത്ര പറയാൻ വന്നതായിരിക്കും. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് നല്ല സങ്കടമുണ്ട്. സങ്കടത്തോടെ മനുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം എന്താ മനുവേട്ടാ എൻ്റെ അവസ്ഥ ഇതായി പോയില്ലേ എന്ന് മനുവിനോട് സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പം മനു പറയാണ്, ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാം, തീരുമാനമെടുത്തല്ലോ, പിന്നെ നമ്മളൊക്കെ എന്ത് പറഞ്ഞാലും കേൾക്കണമെന്നൊന്നുമില്ലല്ലോ, എന്തായാലും പോകാൻ തീരുമാനിച്ചില്ലേ, വാ എന്നും പറഞ്ഞുകൊണ്ട് മനു അകത്തേക്ക് പോവുകയാണ്. അലീനയാണെങ്കിൽ മനുവിൻ്റെ ഈ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ നല്ല സങ്കടത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ അലീനയെ വിളിച്ച് മനു അകത്തോട്ട് പോവുകയാണ്. ഈ സമയത്ത് നെടുമ്പുരക്കയിൽ കൃഷ്ണമോളും ബബിതയൊക്കെ കോളേജിൽ പോയിട്ട് വരികയാണ്. കോളേജിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് അലീനയെ അവിടെ കാണുന്നില്ല. അലീന ചേച്ചി എവിടെ പോയെന്ന് കൃഷ്ണമോളും ബബിതയും ബാലചന്ദ്രൻ തിരക്കുന്നുണ്ട്. നിങ്ങളോട് പറഞ്ഞില്ലേ ശരണ്യെ കാണാൻ പോയതാ, ഞങ്ങളോടൊന്നും പറഞ്ഞില്ലെന്ന് കൃഷ്ണമോൾ പറയാണ്. അപ്പം രോഹിത്തിനെയും കൂട്ടി പോകാനായിരുന്നത്. അപ്പോൾ രോഹിത്ത് അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, അത് എനിക്ക് കോളേജിൽ പോകണം, അതുകൊണ്ട് ചേച്ചി ഒറ്റയ്ക്ക് പൊക്കോളാന്നാണ് പറഞ്ഞത്. ആ അതെന്താ പെട്ടെന്ന് ശരണ്യെ കാണാൻ പോയെന്ന് ബബിത ചോദിക്കുകയാണ്. അതൊക്കെയുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ മൂന്നുപേരടുത്തും ഒരു കാര്യം പറയാനുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അത് നാളെ അലീന ഈ വീട്ടിൽ നിന്ന് പോവും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമാവുകയാണ് കൃഷ്ണയ്ക്കും ബബിതയ്ക്കും. നാളെയോ, നാളെ പോകുന്ന ആര് പറഞ്ഞച്ചാ എന്ന് ബബിത ചോദിക്കുന്നുണ്ട്. നാളെ പോവാനാ അലീന തീരുമാനിച്ചിരിക്കുന്നത്, ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് കൃഷ്ണയും പറയുന്നുണ്ട്. ആ പറയുമായിരിക്കും, എല്ലാവരുടെ യാത്ര പറയണമെന്നും പറഞ്ഞാൽ പോയേക്കുന്നത്. ശരണ്യയുടെ വീട്ടിൽ പോയേക്കുക, ശരണ്യയുടെ അടുത്ത് യാത്ര പറയാൻ പോയേക്കുക, എന്നിട്ടും ഞങ്ങളോട് ഒരു വാക്കുപോലും മിണ്ടിയില്ലല്ലോ എന്ന് ബബിത പറയുകയാണ്. അവൾക്ക് ഇവിടെ നിന്ന് പോകുന്നതിന് നല്ല സങ്കടം കാണും, പക്ഷെ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങളോട്, അതുകൊണ്ടായിരിക്കും ഇതുവരെ ഒന്നും പറയാഞ്ഞത് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഉടനെ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അച്ഛാ ചേച്ചിക്ക് ഇവിടുന്ന് പോവാതിരുന്നൂടെ, ചേച്ചി എന്തിനാ ഇവിടുന്ന് പോകുന്നത്, എന്ത് കാരണത്തിനാണ് ചേച്ചി ഇവിടുന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇച്ചിരി വിഷമത്തോടെ പറയാണ്, നിനക്കറിയാലോ ഈ കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് നീയാണ്, അവൾ എന്താ ഇവിടുന്ന് പോകുന്നതിൻ്റെ കാരണം വരെ നിനക്കറിയാം, പിന്നെ നീ തന്നെ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിതയും രോഹിത്തും കൃഷ്ണ ഇങ്ങനെ നോക്കുന്നുണ്ട്. കൃഷ്ണ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഉടനെ ബാലചന്ദ്രൻ പറയാണ്, എന്തായാലും നാളെ തന്നെ അലീന ഇവിടുന്ന് പോകും, ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കാമെന്ന് അവരുടെ അടുത്ത് പറഞ്ഞെന്ന് ബാലചന്ദ്രൻ 3 പേരടുത്തായും പറയുന്നുണ്ട്. ഉടനെ ബബിത ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് ചേച്ചിയെ കൊണ്ടുപോകുന്നത്, ചേച്ചി എങ്ങോട്ടാണ് ജോലിക്ക് പോകുന്നത് എന്ന് ബബിത തിരക്കുന്നുണ്ട്. അത് കുളത്തൂപ്പുഴയിലേക്കാണ്, അവിടെ ഒരു പ്ലാന്ററിൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അവിടെ സുരക്ഷിതമാണോ ചേച്ചി, അച്ഛനെല്ലാം അന്വേഷിച്ചിട്ടാണോ അങ്ങോട്ട് ചേച്ചിയെ പറഞ്ഞു വിടുന്നതെന്ന് ബബിത ചോദിക്കുന്നുണ്ട്. ഈ ലോകത്ത് അവളെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തേക്കാണ് ഞാൻ അവളെ പറഞ്ഞു വിടുന്നത്, ഞാൻ അങ്ങനെ എങ്ങോട്ടെങ്കിലും അവളെ പറഞ്ഞു വിടുമോ, ഒരിക്കലുമില്ല. അവൾ ഏറ്റവും സുരക്ഷിതയെന്ന് എനിക്ക് തോന്നിയ ഒരു സ്ഥലം കണ്ടെത്തിയതാണ്, ഞാൻ തന്നെ കഷ്ടപ്പെട്ട് കണ്ടെത്തിയതാണ്, അവിടേക്കാണ് അവളെ പറഞ്ഞു വിടുന്നത്, അതുകൊണ്ട് അങ്ങനെ ഒരു പേടി വേണ്ടാന്ന് പറയണേ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബബിതയ്ക്കും കൃഷ്ണയ്ക്കും രോഹിത്തിനും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അച്ഛന് ചേച്ചിയോട് പറഞ്ഞൂടെ ഇവിടുന്ന് പോകണ്ടാന്ന്, അങ്ങനാണെങ്കിൽ ചേച്ചി പോകത്തില്ല എന്ന് ബബിത പറയുന്നുണ്ട്.
എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല മോളെ. ഞാൻ പറഞ്ഞാലും അത് അവൾക്കൊരു വിഷമം ഉണ്ടാക്കും. മാത്രവുമല്ല നിങ്ങളുടെ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരാനാണ് അവൾ ഈ തീരുമാനം എടുത്തത്. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ ഒരു മാറ്റവും അവൾ കാരണമാണ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നതെന്ന് അവിടെ തോന്നൽ. അത് മാറി അതുള്ളിടത്തോളം കാലം അവൾ ഇനി ഇവിടെ നിൽക്കത്തില്ല എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്തായാലും അവൾ പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് ബാലചന്ദ്രൻ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഭവതിക്കും കൃഷ്ണയ്ക്കും രോഹിത്തിനും ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ്. നാളെ തന്നെ അലീന ഇവിടുന്ന് പോകും എന്ന് ഭയങ്കര വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോവാണ്.